ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ഷർട്ട് ചെയ്തെടുത്താലോ. ഫുൾ സ്ലീവായിട്ട് ഉള്ള സ്ലീവൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡറൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബേബി ഷർട്ട്. നല്ല ചെക്ക് കള്ളി പോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺസ് എന്ന് വരുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഷർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 4plyയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു പർപ്പിൾ കളറ് അതിൻ്റെ ബോർഡർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 4plyയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനും അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2.5 mm ഹുക്ക് സെറ്റുമാണ്. 4ply ആയതുകൊണ്ട് 2.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഷർട്ട് ഞാൻ 3 മുതൽ 6 മാസം വരെയുള്ള കുട്ടിയുടെ പ്രായത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 6 to 1 year ആണെങ്കിൽ സെയിം തന്നെ എടുത്താൽ മതി. ഹുക്ക് സെറ്റ് നിങ്ങൾ ഈ 2.5 ഉള്ളത് 3.5 യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 സ്റ്റിച്ച് മാർക്കേഴ്സാണ്, പിന്നെ ഒരു സിസേഴ്സും. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് കളറാണോ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബേസായിട്ട് ഈ ഒരു വൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കളറ് യാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ 3 to 6 month ആ ഒരു ഇതിൽ ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് നമുക്കൊരു 58 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ആ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ നമുക്ക് 58 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 58 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് അതുപോലെ 30 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് നെക്ക് എത്രയാണോ വേണ്ടത്. ഇപ്പം 30 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ എത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ ആണോ വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 58 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഹുക്കുള്ള ഈ ഒരു ഇതെല്ലാം തൊട്ടടുത്ത് ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഹണോർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഹണോർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹണോർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് ഉണ്ടാവും. ഹണോർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് മുഴുവനും നമുക്ക് 58 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 57 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് നോക്കി ചെയ്യുമ്പോൾ എത്രയാണോ മെഷർമെൻറ്റ് ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 57 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു എൻഡ് വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് 57 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. കാരണം ഞാൻ 58 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് 58 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് ടേൺ ചെയ്തിട്ട് സെയിം ചെയിനിൽ നമുക്ക്
ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വർക്ക് ടേൺ ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ തൊട്ടടുത്ത ചെയിനിൽ നമുക്കൊരു ഷെൽ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. തൊട്ടടുത്ത ചെയിനിൽ യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. സെയിം ചെയിനിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയിനിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യാം. ഇനി ആ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഷെല്ല് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ചെയിനിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി തൊട്ടടുത്ത ചെയിന് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ചെയിനിൽ വീണ്ടും നമുക്ക് ഒരു ഷെല്ല് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഷെല്ലായി. ഇനി ചെയിൻ 1 സ്കിപ്പ് ചെയ്യുക. 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 ഷെല്ലായി. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഷെൽ സ്റ്റിച്ച് നമുക്കിവിടെ 1 2 3 4 4 ഷെൽ സ്റ്റിച്ചായി. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ വി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോർണറാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ വി സ്റ്റിച്ച് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കോർണറാണ് നമ്മളിവിടെ വി സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു സെൻറ്ററിലാണ് ഈ ഡബിൾ ക്രോഷേയുടെ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഒരു ഡബിൾ ക്രോഷേ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ചെയിനിൽ ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ. എപ്പോഴും ചെയ്യുന്നതിന് മുന്നേ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഷെല്ല് കിട്ടി. ഇനി ചെയിൻ 1 സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2 ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. ചെയിൻ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സിംഗിൾ ക്രോഷേ എന്നുള്ളത് ഒരു ഷെല്ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഷെല്ല് ചെയ്തു. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഷെല്ല് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സിംഗിൾ ക്രോഷേ, 3rd ഷെല്ലായി. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ഷെല്ല് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ ഇവിടെ 1 2
3 4 4 ഷെല്ല് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് കോർണറാണ് ചെയ്യുന്നത്. സെക്കൻഡ് കോർണർ ചെയ്യാനായിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. കോർണർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വി സ്റ്റിച്ചാണ് ചെയ്യുക. ചെയിൻ ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഡബിൾ ക്രോഷേ, ചെയിൻ സ്പേസിൽ തന്നെ ചെയ്യുന്നതിനെയാണ് നമ്മൾ വി സ്റ്റിച്ച് എന്ന് പറയുക. അപ്പോൾ ഇത് നമ്മളെ സെക്കൻഡ് കോർണറാണ്. ഇവിടെ നമ്മൾ വി സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അതിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മളെ സെക്കൻഡ് കോർണറാണ്. ഇത് നമ്മളെ ഫ്രണ്ട് പോർഷനാണ്. ഇത് നമ്മളെ സ്ലീവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 8 ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ 8 ഷെൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, സെക്കൻഡ് ചെയിനിൽ ഒരു ഷെൽ സ്റ്റിച്ച് ചെയ്യുക, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഷെല്ലായി. അങ്ങനെ 8 ഷെല്ല്, ഒരു ഷെല്ലായി. ഇനി 7 ഷെല്ലും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ വി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1 2 3 4 5 6 7 8 അങ്ങനെ 8 ഷെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വി സ്റ്റിച്ച് എന്ന് പറഞ്ഞത് 2 ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നതിനെയാണ് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി സ്റ്റിച്ച് നമ്മളെ മൂന്നാമത്തെ കോർണറാണ്, തേർഡ് കോർണറാണ് കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ കോർണറിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടത് 2 ഡബിൾ ക്രോഷേൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഷെൽ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗമാണ്. ഈ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് 4 ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡിൽ മാത്രമാണ് നമ്മൾ 8 ഷെൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത രണ്ടാമത്തെ ഷെൽ സ്റ്റിച്ച് ചെയ്യുക, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ എപ്പോഴും എല്ലാത്തവരാണെങ്കിലും പുതിയ പാറ്റേൺസ് കാണുമ്പോൾ ഓരോ റൗണ്ടും എഴുതി വെക്കുക. ഫസ്റ്റ് റൗണ്ട് എഴുതി വെക്കുക, എന്നിട്ട് ആ ഫസ്റ്റ് റൗണ്ട് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് റൗണ്ട് നോക്കുക, എന്നിട്ട് എഴുതി വെക്കുക, എന്നിട്ട് ആ സെക്കൻഡ് റൗണ്ട് ചെയ്യുക, എന്നിട്ട് തേർഡ് റൗണ്ട്, അങ്ങനെ ഓരോ റൗണ്ടും എഴുതി വെച്ച് അങ്ങനെ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തെറ്റില്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നേരിട്ട് വീഡിയോ നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഒരു റൗണ്ട് നോക്കുക, എന്നിട്ട് എഴുതി വെക്കുക, എന്നിട്ട് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ചെയ്യുക, അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1 2 3 3 എണ്ണം ചെയ്തു. ഇനി നാലാമത്തെ ഷെൽ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സിംഗിൾ ക്രോഷേ. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ 4th കോർണർ ചെയ്ത് കൊടുക്കുക. 4th കോർണർ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ, സെയിം സ്പേസിൽ ചെയ്യുന്നതിനെയാണ് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊരു കോർണർ. അപ്പോൾ ഈ കോർണറിലെ സെൻറ്ററിലും നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 കോർണറാണുള്ളത്. 4 കോർണറിലും നമ്മൾ ഓരോ സ്റ്റിച്ച് മാർക്കർ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രണ്ട് സൈഡിലും നമുക്ക് 4 ഷെൽ സ്റ്റിച്ചാണ് ഉണ്ടാവുക. 4 ഷെൽ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ചെയ്യുക, സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, 2 ഡബിൾ ക്രോഷേ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, സെയിം തന്നെ
2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമുക്ക് 4 ഷെൽ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബാലൻസ് ഉള്ള ചെയിനിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ, സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇങ്ങനെ ഒരു അതാണ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാം. തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ഷെൽ സ്റ്റിച്ച്, ഈ ഷെൽ സ്റ്റിച്ചിൻ്റെ ഈ ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ചെയിൻ 1 ചെയ്ത സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ഷെൽ സ്റ്റിച്ച് എന്ന് പറഞ്ഞത് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് ചെയ്യുക. ഈ ഒരു ചെയിൻ 1 ചെയ്തിട്ടുള്ള താഴെ റൗണ്ടിൽ ചെയിൻ 1 ചെയ്തിട്ടുള്ള ഒരു സ്പേസ് കാണാം. ആ സ്പേസിൽ യാണോവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ, ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ചെയിൻ 1 ചെയ്തു. ഇനി നമ്മൾ താഴെ റൗണ്ടിൽ ഡബിൾ ക്രോഷേ ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷേൻ്റെ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചെയിൻ 1 സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു. എന്നിട്ട് നമ്മൾ താഴെ ചെയ്ത ഡബിൾ ക്രോഷേയുടെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെയുള്ള സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ നമ്മളൊരു ഷെൽ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു ചെയിൻ 1 ചെയ്ത ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്ത ആ ഒരു സ്പേസിൽ ഇങ്ങനെ, ഞാൻ ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കണേ, ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടും ചെയ്തിട്ട് അടുത്ത റൗണ്ട് എഴുതിയിട്ട് അടുത്ത റൗണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഷെൽ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ തേർഡ് ചെയ്യുന്നത് ഈ ഒരു ചെയിൻ 1 സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഫസ്റ്റ് ചെയ്ത ഈ ഡബിൾ ക്രോഷേയുടെ നേരത്തെ റൗണ്ടിൽ ചെയ്ത സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത ഡബിൾ ക്രോഷേയുടെ ടോപ്പിൽ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ഷെൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടുത്ത ചെയിൻ 1 ചെയ്ത അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേയുടെ ഈ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 4 ഷെൽ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഇങ്ങനെ 1-2 പ്രാവശ്യം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്, നമ്മൾ വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ വി സ്റ്റിച്ചിലാണ് ഫസ്റ്റ് കോർണർ നമ്മൾ വരുന്നത്. അതിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക്
ഈ ഡബിൾ ക്രോഷ്യ ഇല്ലേ, ഈ ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഷെല്ലും കൂടി ഉണ്ടാക്കാം. ഇവിടെയാണ് നമ്മളെ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളെ ബോഡിക്ക് വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻക്രീസിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻക്രീസിങ് ഷെല്ല് ചെയ്യുന്നത് നേരത്തെ ചെയ്തത് നമ്മൾ ഈ ഒരു 4 സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഓരോ ഷെല്ല് ചെയ്തു. ഇനി ഇവിടെയാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ഈ വി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ഇതാണ് വി സ്റ്റിച്ച്. ഈ വി സ്റ്റിച്ചിൻ്റെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷെൽ സ്റ്റിച്ച് എക്സ്ട്രാ കിട്ടി. കണ്ടോ, നേരത്തെ നമ്മൾ ഇവിടെ 4 എണ്ണമാണ് ചെയ്തത്. ഇവിടെ ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ ഇവിടെ നമ്മൾ ഒരു ഷെൽ സ്റ്റിച്ച് അധികം ചെയ്തു. അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്പേസിൽ നമുക്കൊരു വി സ്റ്റിച്ച് ചെയ്യുക. വി സ്റ്റിച്ച് എന്ന് പറയുന്നത് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ ഒരു സ്പേസിൽ ചെയ്യുന്നതിനെയാണ് ഈ ഒരു സ്പേസിൽ, ഈ വി സ്റ്റിച്ചിൻ്റെ സ്പേസിൽ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഈ സെൻറ്ററിൽ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വി സ്റ്റിച്ചിൻ്റെ ഈ ഒരു ടോപ്പിൽ ഷെൽ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം സെൻറ്ററിൽ നമ്മളൊരു വി സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യയിലും നമുക്കൊരു ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഷെല്ലും ചെയ്തു, അതുപോലെ ഒരു സെൻറ്ററിൽ ഒരു വി സ്റ്റിച്ചും ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ചെയിൻ 1 ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസ്, നേരത്തെ റൗണ്ടിൽ ചെയിൻ 1 ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മളിവിടെ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ഇങ്ങനെ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ ചെയിൻ 1 ചെയ്ത അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും തേർഡ് വണ്ണിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇപ്പോൾ 3 നമ്മളിവിടെ ചെയ്തു. 3 ഷെൽ സ്റ്റിച്ച് ചെയ്തു. 1 2 3. ഇനി 4ാമത്തെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് 4 ഷെൽ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് സെക്കൻഡ് കോർണറിൽ വി സ്റ്റിച്ചാണ്. ആ വി സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസിങ് ഷെൽ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ യാൺ ഹോൾ ചെയ്തിട്ട് ഈ വി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഷെൽ സ്റ്റിച്ചായി. ഇനി നമുക്ക് ഈ ഒരു സ്പേസാണ്, ഈ സ്പേസിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ ഒരു വി സ്റ്റിച്ച് ചെയ്യുക.
1 ഡബിൾ ക്രോഷേ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ 1 ഡബിൾ ക്രോഷേ ചെയ്യുക. നമുക്കിവിടെ ഈ ഒരു സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഒരു വി സ്റ്റിച്ച് ചെയ്തു. താഴെ ചെയ്ത ഡബിൾ ക്രോഷയുടെ വി സ്റ്റിച്ചിൻ്റെ ഒരു ഡബിൾ ക്രോഷേ കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഷെൽ സ്റ്റിച്ച് ചെയ്യാം. 1 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഇൻക്രീസിങ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 1 ചെയ്ത സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ഈ ഒരു സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത സെല്ലിൻ്റെ ചെയിൻ 1 ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ഈ ഒരു സെൻറ്ററിലേക്ക് സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ ചെയ്ത ചെയിൻ 1ൻ്റെ അവിടെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ ബാക്ക് സൈഡിൽ ഇങ്ങനെ 8 ഷെൽ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളിവിടെ വി സ്റ്റിച്ചിൻ്റെ ഈ ഒരു കോർണർ തേർഡ് കോർണർ എത്തിയിട്ടുണ്ട്. ഈ തേർഡ് കോർണറിൽ നമുക്ക് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഒരു ഷെൽ സ്റ്റിച്ച് ചെയ്യാം. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ വെച്ച ആ സ്പേസിൽ ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അവിടെ അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ചെയിൻ 1 ചെയ്ത സ്പേസിൽ വി സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഡബിൾ ക്രോഷയുടെ നേരെ ടോപ്പിൽ അടുത്ത ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷേ. ഇതൊക്കെ നിങ്ങൾ നോട്ട് എഴുതി വെക്കണം കേട്ടോ. നോട്ട് എഴുതി വെച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ചെയ്യാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ തേർഡ് റൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വി സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ നമ്മൾ 2 ഷെല്ലും ഒരു വി സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗവും വ്യത്യാസം വരുന്നുണ്ട്. താഴെ റൗണ്ടിൽ ചെയിൻ 1 ചെയ്ത ആ ഒരു സ്പേസിലാണ് നമ്മൾ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ചെയിൻ 1 ചെയ്തതിന് ശേഷം നമ്മൾ താഴെ റൗണ്ടിൽ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്താണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത ആ ഒരു ഭാഗത്താണ് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. വീണ്ടും ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ നമുക്ക് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എഴുതി വെച്ചാൽ മതി. താഴെ റൗണ്ടിൽ നമ്മൾ ചെയിൻ 1 ചെയ്തിട്ടാണല്ലോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്താണ്
നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ താഴെ ചെയ്ത ഡബിൾ ക്രോഷയുടെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ ഇവിടെ ലാസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കോർണർ എന്ന് പറയുന്നത് വി സ്റ്റിച്ചാണ്. ഈ വി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ. ഇവിടെ ഫ്രണ്ട് പോസ്റ്റ് അല്ല, സാധാ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അവിടെ നമുക്ക് ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷേ ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു വി സ്റ്റിച്ചായി. ഈ സെൻറ്ററിൽ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഒരു ഷെല്ല് കൂടി ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമാണ് ഇൻക്രീസിങ് ചെയ്യുക. ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ആയി വരുന്നത്. അപ്പോൾ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ വിഡ്ത്ത് കൂടി വരില്ല. 1-2 കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ നോട്ട് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മളത് ചെയ്തിക്കണമെന്ന് ഓരോ റൗണ്ടിലും കറക്റ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് 4 ഷെല്ലും കൂടി ഉണ്ട്. ആ 4 ഷെല്ലിലും നമുക്ക് ഇങ്ങനെ ചെയിൻ 1 ചെയ്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ചെയിൻ 1 ചെയ്യുക. താഴെ ചെയ്ത ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിൽ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഇത് എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും, ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാവും. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് ഇത്. കാണുമ്പോൾ നമുക്ക് ടഫായി തോന്നെങ്കിലും ഓരോ റൗണ്ടും ചെയ്യുമ്പോൾ നോക്കുക, ചെയ്യുക, എഴുതി വെക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പാറ്റേണും എത്ര ടഫുള്ള പാറ്റേണും വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആകെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷേയും സിംഗിൾ ക്രോഷേയും ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ ആ ഒരു സ്റ്റിച്ചസാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റിൽ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഫാൻ സ്റ്റിച്ച് ഷെൽ സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഇവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3rd റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതാണ് കിട്ടുക. വിടുത്ത് കൂടി കൂടി വരുന്നത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. നമുക്ക് റൗണ്ട് 4 ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ റൗണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ചെയിൻ 1 സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു താഴെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേയുടെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഷെല്ലായി. അടുത്ത ഷെല്ല് ഇതുപോലെ തന്നെ ചെയ്യുക. 2 ഡബിൾ ക്രോഷേ ചെയിൻ 1 നേരത്തെ ചെയ്ത ഡബിൾ ക്രോഷേയുടെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഡബിൾ ക്രോഷേയുടെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. ചെയിൻ 1ൽ 2 ഡബിൾ ക്രോഷേ. ചെയിൻ 1 ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ. രണ്ട് ഡബിൾ ക്രോഷേ. ചെയിൻ 1 ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ. നമുക്ക് ആ വി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷേയുടെ ടോപ്പിൽ
ഒരു ഷെൽ സ്റ്റിച്ച് ചെയ്യുക, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ ഒരു ഷെൽ സ്റ്റിച്ചായി. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്പേസിൽ നമുക്കൊരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോർണറായി. ആ കോർണറിൽ നമുക്ക് ഒരു വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷയുടെ വി സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഷെല്ലും കൂടി ചെയ്യുക. ഇൻക്രീസിങ് ആണ്. അപ്പോൾ ആ കോർണറിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻക്രീസിങ് വിട്ടുപോയാൽ നമ്മൾ പാറ്റേണേ മാറിപ്പോവും. അപ്പോൾ ഓരോ റൗണ്ടിലും ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്തിക്കണോ നോക്കിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. വി സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ നമ്മൾ 2 ഷെല്ലും ഒരു സെൻറ്ററിൽ ഒരു വി സ്റ്റിച്ചും ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 1 ചെയ്ത ആ ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. താഴെ ചെയ്ത ഡബിൾ ക്രോഷയുടെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. വീണ്ടും 2 ഡബിൾ ക്രോഷേ അടുത്ത ചെയിൻ 1 സ്പേസിൽ ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. കോർണർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. കോർണറിൽ മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ വി സ്റ്റിച്ച് ചെയ്യും. ആ വി സ്റ്റിച്ച് അല്ല ഷെൽ സ്റ്റിച്ച് ചെയ്യും. ഷെൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ആ ഒരു ഭാഗത്തൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കോർണറിൽ വി സ്റ്റിച്ചിൻ്റെ ആ ഭാഗം എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഒരു ഷെല്ല് ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ ആ സ്പേസിൽ ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്കവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത വി സ്റ്റിച്ചിൻ്റെ ഒരു ഡബിൾ ക്രോഷേ കൂടി ബാലൻസ്, ഒരു ഡബിൾ ക്രോഷേയിൽ ഒരു ഷെല്ല് ചെയ്തു. ഇനി അടുത്ത ഡബിൾ ക്രോഷേയിലും ഒരു ഷെൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എല്ലാ ഷെല്ലിലും ഓരോ ഷെൽ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു കോർണർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോർണറിൽ നമ്മൾ വി സ്റ്റിച്ച് ചെയ്യുക. വി സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷേയിൽ ഒരു ഷെല്ല്, പിന്നെ നടുവിൽ ഒരു വി സ്റ്റിച്ച്, പിന്നെ ഒരു ഷെല്ല് ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് ഇവിടെ 40 ഷെൽ സ്റ്റിച്ചാണ് കിട്ടുക. ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ഇവിടെ 40 ഷെൽ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത റൗണ്ട് 5th റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക.
നമ്മളെ വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കോർണർ എത്തുന്ന വരെ നമുക്ക് ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് നേരത്തെ റൗണ്ടിൽ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്ത ആ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ആ കോർണർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു റൗണ്ടിൽ 5th റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. 5th റൗണ്ടിൽ നമ്മൾ കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ചെയിൻ 2 ചെയ്ത സ്പേസിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇതാണ് ഈ 5th റൗണ്ടിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. താഴെ 4th റൗണ്ടിൽ ചെയ്ത അതേ ഷെൽ സ്റ്റിച്ച് തന്നെ ചെയ്യുക. പിന്നെ കോർണറിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ഷെൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 40 ഷെൽ സ്റ്റിച്ചാണ് കിട്ടുക 4th റൗണ്ടിൽ. അപ്പോൾ 5th റൗണ്ടിലും നമുക്ക് 40 ഷെൽ സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക, അപ്പോൾ ഇൻക്രീസിങ് ചെയ്യാത്തതുകൊണ്ട്. ഇനി അടുത്ത കോർണർ എത്തുന്ന വരെ എല്ലാ ഷെൽ സ്റ്റിച്ചിലും മുകളിൽ ചെയ്ത ഷെൽ സ്റ്റിച്ചിൽ നമുക്ക് ഓരോ ഷെൽ സ്റ്റിച്ച് തന്നെ ചെയ്തിട്ട് ആ കോർണർ വരെ എത്തിയിട്ട് തിരിച്ചു വരാം. കോർണറിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ കോർണറിൽ എത്തിയിട്ടുണ്ട്. കോർണറിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്ത് അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും ഇങ്ങനെ ഷെൽ സ്റ്റിച്ചിൻ്റെ അവിടെ ഷെൽ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ 4 ബാക്ക് കോർണറിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.